Guys, welcome back to Physics Wala family. അപ്പോൾ നമ്മൾ ഓണം എക്സാമിനുള്ള കംപ്ലീറ്റ് 1 മാർക്ക് ക്വസ്റ്റൻ ഒറ്റ വീഡിയോ ഡിസ്കസ് ചെയ്യാണ്. വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം കൂടുതലായിരിക്കും. കാരണം 1 മാർക്ക് ക്വസ്റ്റനെ ജസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾ കാണരുത്. അത്യാവശ്യം നല്ലോണം കൺസെപ്റ്റ് അറിയെങ്കിൽ നല്ലോണം കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ 1 മാർക്ക് ക്വസ്റ്റൻ നമുക്ക് മനസ്സിലാവുള്ളൂ. മാത്രമല്ല ഈ 1 മാർക്ക് ക്വസ്റ്റൻ എന്ന് പറയുന്നത് വലിയ മാർക്കിന്, അതായത് 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റനിലേക്കുള്ള ഒരു ലീഡും കൂടിയാണ്. മീൻസ് അത് ക്വസ്റ്റൻ ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റൻ ചെയ്യുമ്പോൾ കിട്ടും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ് us start. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ABCD എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്. അതിന്റെ അകത്തൊരു റിലേഷൻ തന്നിട്ടുണ്ട് AABBCC ഇതാണ് ഈ റിലേഷനുള്ള എലമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ ഇതിൽ ഏതാണ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആണ്, സിമെട്രിക് ട്രാൻസിറ്റീവ് ആണ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എഴുതി വെക്കാം റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഇതിൽ ഏതൊക്കെയാണ് ഏതൊക്കെയല്ല നമുക്ക് നോക്കാം. സോ AABBCC ഉണ്ട്, പക്ഷേ DD ഇല്ല. ഇവിടെ D ഉണ്ട്, പക്ഷേ നമുക്ക് DD ഇല്ല. ഇപ്പൊ DD ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതെന്തല്ല റിഫ്ലെക്സീവ് ആയിട്ടുള്ള റിലേഷൻ അല്ല. ഇനി സിമെട്രിക് ആണോ? നമുക്ക് ഇവിടെ CD ഉണ്ട്, പക്ഷേ DC ഇല്ല. സിമെട്രിക് ആവുന്ന എപ്പോഴാണ്? AB ഉണ്ടെങ്കിൽ BAയും വേണം അല്ലെ? അപ്പൊ CD ഉണ്ടെങ്കിൽ DCയും വേണ്ടി വരും. അത് സിമെട്രിക്കും അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് CD ഉണ്ട്, സിന്ന് ഡിയിലേക്ക് റിലേഷൻ ഉണ്ട്, ഡിന്ന് പിന്നെ എങ്ങോട്ട് റിലേഷൻ വന്നിട്ടില്ല, ഡി പിന്നെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ ഇത് ട്രാൻസിറ്റീവ് അല്ലാണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസിറ്റീവ് ആണ്. സോ ഇത് ട്രാൻസിറ്റീവ് മാത്രമായിട്ടില്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ട്രാൻസിറ്റീവ് ഒള്ളി എന്ന് വരുന്നത്, കാരണം ഇത് ട്രാൻസിറ്റീവ് അല്ലാണ്ടായില്ല. എപ്പോഴാണ് ട്രാൻസിറ്റീവ് അല്ലാണ്ടാവുക? AB ഉണ്ട്, BC ഉണ്ട്, പക്ഷേ AC ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് സെയിം സെറ്റ് തന്നെ ABCD, സെയിം റിലേഷൻ തന്നെ AABBCCD. Be a relation on A, make the relation R equivalence by adding exactly 2 elements. ഇതിന്റെ അകത്തേക്ക് ഈ റിലേഷനിലേക്ക് 2 എലമെന്റ്സും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇതൊരു ഇക്വിവാലൻസ് ആയിട്ടുള്ള റിലേഷൻ ആക്കി മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഇതിപ്പോൾ ഇക്വാലൻസ് അല്ല, കാരണം അത് റിഫ്ലെക്സീവ് അല്ല. AABBCC ഉണ്ട്, അപ്പോൾ ഒരു DDയും കൂടി എക്സ്ട്രാ വരണം. അപ്പോൾ ഞാൻ പിങ്ക് കളറിൽ എഴുതിയ ഈ എലമെന്റും കൂടി വരണം, എന്നാൽ അത് റിഫ്ലെക്സീവ് ആവുള്ളൂ. എന്നാൽ റിഫ്ലെക്സീവ് ആയതുകൊണ്ട് ഇക്വാലൻസ് ആവില്ല, സിമെട്രിക് ആവണം. അപ്പോൾ സിമെട്രിക് ആവാൻ വേണ്ടി ഇവിടെ CD ഉണ്ടെങ്കിൽ DC വേണ്ടി ഒരു സിമെട്രിക് ആവാൻ വേണ്ടിയിട്ട്. സോ DCയും കൂടി ഇതിനകത്ത് ചേർത്തത് സിമെട്രിക്കും ആണ്, ഇക്വാലൻസും ആണ്, സോറി റിഫ്ലെക്സീവ് ആണ്. ഇത് ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഇപ്പം നിലവിൽ ഇപ്പോൾ ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് അല്ലാണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി, ട്രാൻസിറ്റിവിറ്റി എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ CD ഉണ്ട്, DC ഉണ്ട്, CD DC, അപ്പൊ CC വേണം, CC ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇത് ട്രാൻസിറ്റീവ് അല്ലാണ്ടായിട്ടില്ല. സോ ഇതാണ് റിലേഷൻ. നിലവിൽ ഇപ്പൊ ഈ റിലേഷൻ ഒരു ഇക്വാലൻസ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ഈ പിങ്ക് കളറിൽ എഴുതി ഇതാണ് ആൻസർ. ഈ 2 എലമെന്റ് ആണ് നമ്മൾ എക്സ്ട്രാ ചേർത്തത്. ഇത് ക്വസ്റ്റനിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആണ്. മൊത്തത്തിൽ 6 എലമെന്റ്സ് ഉള്ള ഒരു ഇക്വാലൻസ് റിലേഷൻ ആണിത്. ഓക്കെ, ഇത് നോക്ക്, ABCD സെയിം സെറ്റ് തന്നെ, സെയിം റിലേഷൻ തന്നെ. ഇത് ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ലാർജസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ ഓഫ് A. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ല കേട്ടോ, ഇതിന് ഈ റിലേഷന്റെ ആവശ്യമില്ല, അത് കഴിഞ്ഞ ക്വസ്റ്റിന്റെ പാർട്ട് ആയതുകൊണ്ട് ഇവിടെ ഉള്ളതാണ്. അപ്പൊ A എന്ന് പറഞ്ഞ സെറ്റിൽ ABCD ഉണ്ട്. ഈ സെറ്റിന്റെ അകത്ത് ബാക്കിയൊന്നും വേണമെന്നില്ല, ബാക്കി ഇത് വായിച്ചാൽ മതി. ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ലാർജസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ ഓൺ A. ഓക്കെ, ഓൺ ഉണ്ട് അവിടെ. അതായത് A എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് നമ്മൾ ഇക്വാലൻസ് റിലേഷനുകൾ എഴുതാൻ വിചാരിച്ചു. ഉദാഹരണത്തിന് ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആണ്. ഇതിന്റെ അകത്ത് 6 എലമെന്റ് ആണുള്ളത്. ഇനിയും ഇക്വാലൻസ് റിലേഷൻ നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും വലിയ ഇക്വാലൻസ് റിലേഷൻ, അതായത് ഏറ്റവും കൂടുതൽ എലമെന്റ്സ് ഉള്ള ഇക്വാലൻസ് റിലേഷനിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതി ഇപ്പോൾ ഒരു റിലേഷൻ അവിടെ കണ്ടു നിങ്ങൾ. ഇതേപോലെ ഒരുപാട് ഇക്വാലൻസ് റിലേഷൻ വേറെ ചെയ്താൽ അങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ എലമെന്റ്സ് പറഞ്ഞാൽ A ക്രോസ് A ഉള്ള എല്ലാ എലമെന്റ്സും ഉണ്ടാവുക എന്നുള്ളതാണ്. A ക്രോസ് A എന്നാണല്ലോ നമ്മുടെ റിലേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ A ക്രോസ് A ഉള്ള എല്ലാ എലമെന്റ്സും ഉണ്ടാവുക, അതായത് AB AC AD BAB CB DC AC BCD ഇതെല്ലാം എഴുതി കഴിഞ്ഞാൽ A ക്രോസ് A കംപ്ലീറ്റ് ആവും. ഇത് എപ്പോഴും ഇക്വാലൻസ് ആയിരിക്കും. അപ്പോൾ അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും വെച്ചാൽ അതിൽ 4 എലമെന്റ്സ് ആയതുകൊണ്ട് 4 × 4 16 എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചോ, എന്താ പറയാ, ലാർജസ്റ്റ് ഇക്വാലൻസ് റിലേഷൻ അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ഇക്വാലൻസ് റിലേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ A ക്രോസ് A കംപ്ലീറ്റ് ചെയ്താൽ. സോ A ക്രോസ് A കംപ്ലീറ്റ് ആയതുകൊണ്ട് 16 ഉണ്ടാവും. ഇതിൽ 4 ആണ്. സോ 4 × 4 16 എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, റൈറ്റ്. ഇത് ലാർജസ്റ്റ് എന്താ പറയുക ഇക്വാലൻസ് റിലേഷൻ ചോദിക്കുമ്പോഴാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ വിച്ച് ഇസ് 1 1 ബട്ട് നോട്ട് ഓൺ 2. ഇതിൽ 1 1 ആണ്, പക്ഷേ ഓൺ 2 അല്ലാത്ത ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഫംഗ്ഷൻ 1 1 ആണോ ഓൺ 2 ആണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ ഗ്രാഫ് വരച്ച് നോക്കാറുണ്ടായിരുന്നു. സോ 3 - 4x ഇതൊരു സ്ട്രെയിറ്റ്, എന്താ പറയുക, ഒരു ലീനിയർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ ഇതിന്റെ ഗ്രാഫ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. സോ ഇങ്ങനെ ഒരു ലൈനാണ് 3 - 4x ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ അതൊരു പോയിന്റിലല്ലേ കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായാലും 1 1 ഫംഗ്ഷൻ ആണ്. 1 1 ആണോ നമ്മൾ എങ്ങനെയാ നോക്കുക? ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിൽ മാത്രമാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അത് 1 1 ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു പോയിന്റിൽ മാത്രമേ കിട്ടുള്ളൂ, 1 1 ഫംഗ്ഷൻ ആണ്. ഇനി ഓൺ 2 ആണോ നോക്കാൻ വേണ്ടി നമ്മൾ കോഡൊമൈനും റേഞ്ചും സെയിം ആണോ നോക്കാം. അപ്പോൾ ഇതിൽ കോഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ റിയൽ നമ്പർ ആണ്. ഇപ്പോൾ റേഞ്ചും ഓൾ റിയൽ നമ്പർ ആണോ നോക്കണം. റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുക? ഗ്രാഫിൽ നിന്ന്. സോ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗം മൊത്തം കവർ ആവും. അതേപോലെ തന്നെ ഈ ലൈൻ ഇതാ താഴോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഈ Y ആക്സിസിന്റെ ഈ ഭാഗം മൊത്തം കവർ ആവും. സോ Y ആക്സിസിൽ എത്രത്തോളം പോർഷൻസ് കവർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് റേഞ്ച്. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ തന്നെ
ഈ ഭാഗമൊക്കെ കവർ ആയി പോകും, താഴത്തോട്ട് വരുമ്പോൾ ഈ ഭാഗവും കവർ ആയി പോകും. സോ വൈ ആക്സിസിന് എൻറ്റയർ വൈ ആക്സിസ് കവർ ആവുന്നതുകൊണ്ട് ഇതിന്റെ റേഞ്ച് എൻറ്റയർ റിയൽ നമ്പർ വരും. സോ വൈ ആക്സിസിൽ എത്ര ഭാഗം കവർ ചെയ്ത്, കംപ്ലീറ്റ് കവർ ചെയ്ത്. സോ ഇവിടെ കോഡൊമൈനും റേഞ്ചും സെയിം ആയിട്ട് വന്നിട്ടുണ്ട്, കാരണം കോഡൊമൈൻ ഇവിടെ ഓൾ റിയൽ നമ്പർ എന്നാണ് ഇവർ പറയുന്നത്, റേഞ്ച് ഓൾ റിയൽ നമ്പർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് 1-1 on-2 ആണ്. നമുക്ക് വേണ്ടത് 1-1 ആവണം, പക്ഷേ on-2 അല്ല. അപ്പൊ ഇതല്ല ഓപ്ഷൻ, കാരണം ഇത് 1-1 and on-2 ആണ്. ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടോ, 1-1 on-2, 1-1 on-2, ഇത് രണ്ടും കൂടിയാണ്. ഇതിന് നമുക്ക് R2R അടുത്തത് f(x) = x² എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. സോ ഈ ഫംഗ്ഷന്റെ കേസ് പറയുകയാണെങ്കിൽ ഗ്രാഫ് x²ന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ ഒരു യു ഷേപ്പ് പാരബോളയാണ്. അപ്പൊ ഇതിൽ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ എന്തായാലും 2 പോയിന്റിൽ കട്ടാവും. അതുകൊണ്ട് തന്നെ ഇത് 1-1 അല്ല. അപ്പൊ നമുക്ക് വേണ്ടത് 1-1 ആയിരിക്കണം, പക്ഷെ on-2 ആവരുത്. ഓക്കെ, സോ ഇത് on-2 അല്ല, 1-1 അല്ല, on-2 അല്ല, പക്ഷെ 1-1 അല്ല. on-2 അല്ല എന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലായത്? കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഗ്രാഫ് ഇവിടുന്ന് അങ്ങോട്ട് മാത്രമേ കവർ ആവുന്നുള്ളൂ, കാരണം ഗ്രാഫ് മേലോട്ട് മാത്രമേ പോകുന്നുള്ളൂ, ഇവിടുന്ന് താഴത്തോട്ട് ഗ്രാഫ് വരുന്നില്ല. സോ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to infinity ആണ്. ഇവിടെ ആണെങ്കിൽ ഓൾ റിയൽ നമ്പർ ആണ്. ഓക്കെ, സോ കോഡൊമൈനും റേഞ്ചും എന്താവുന്നില്ല, സെയിം ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷനും അല്ല ആൻസർ. ഓക്കെ, പിന്നെ ഇതല്ല എന്നുള്ള ആദ്യം അറിയാം, കാരണം ഇത് 1-1 അല്ല, നമുക്ക് 1-1 ആയിരിക്കണം. ഓക്കെ, അടുത്തത് നമുക്ക് Z to Z ആവുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. അതായത് x-2² x³ ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല, കാരണം ഇവിടെ Z to Z ആണ്. അപ്പൊ അതിന്റെ ഗ്രാഫ് വരച്ചാൽ തന്നെ കുറെ ഡോട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എൻറ്റയർ റിയൽ നമ്പർ ആവുമ്പോഴേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഇവിടെയൊക്കെ റിയൽ നമ്പർ ആയതുകൊണ്ടാണ് നമുക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറ്റുന്നത്. സോ ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക ആരോ ഡയഗ്രാം വരയ്ക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് മാപ്പ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇന്റിജറിലുള്ള മൊത്തം എലമെന്റ്സ് ഞാൻ എഴുതിയില്ല, 0, 1, 2, 3 വരെ എനിക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ. -1, -2 വരെ എഴുതിയിട്ടുണ്ട്. ഇതേപോലെ ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ x-2² അല്ലേ. സോ ആരുടെയൊക്കെ ഇമേജ് ഇതിപ്പോ 1-1 ആണോ many-1 ആണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമുക്ക് 1ന്റെ ഇമേജ് നോക്കി നോക്കാം, അല്ലെങ്കിൽ 1ന്റെ ഇമേജ് നോക്കി നോക്കാം. 1ന്റെ ഇമേജ് എന്താ വരാ? 1-2² എന്ന് പറഞ്ഞിട്ട് 1-2 -1 1 വരും. സോ 1ന്റെ ഇമേജ് 1 ആ വരുന്നത് അല്ലേ. ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 വരുന്നുണ്ട്. സെയിം ടൈമിൽ 3ന്റെ ഇമേജ് 1 അല്ല വരുന്നത്. നമുക്ക് 3-2² എന്താ വരാ? അതും 1 വരും. സോ 1നും 3ക്കും ഒരേ ഇമേജ് വന്നപ്പോൾ തന്നെ അത് മിനിമം ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫംഗ്ഷൻ 1-1 ആവണം, പക്ഷേ on-2 ആവരുത്. അപ്പൊ ഇതല്ല ആള്. ഇനി ലാസ്റ്റത്തെ ഫംഗ്ഷൻ ഇത് നോക്കി നോക്കാം. അപ്പൊ ഇതന്നെ ആയിരിക്കും, ഇതൊന്നും അല്ലാത്തതുകൊണ്ട് പിന്നെ ഇതായിരിക്കും ആൻസർ. ഫംഗ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ f(x) = x³. ഓക്കെ, അപ്പൊ x³ ആണ്. അപ്പൊ അത് നമുക്ക് ആരോ ഡയഗ്രാം പറ്റുള്ളൂ. അത് ഇന്റിജർ നാച്ചുറൽ നമ്പർ ഒക്കെ ആണെങ്കിൽ 1-1 on-2 നോക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ ആരോ ഡയഗ്രാം വരയ്ക്കുക. റിയൽ നമ്പർ ആണെങ്കിൽ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുക കേട്ടോ. ഓക്കെ, സോ x³, 1ന്റെ ഇമേജ് ഇവിടെ നിന്നാലും 1 വരും. 2ന്റെ ഇമേജ് ഇനി 2³ പറഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും 8 ആയിരിക്കും വരാം. അപ്പൊ എന്തായാലും 1-1 ഫംഗ്ഷൻ ആയിരിക്കും, കാരണം 1ന്റെ ഇമേജ് 1 വന്ന്. ഇത് ഇനി വേറെ ഒന്നിന്റെ ഇമേജ് 1 വരില്ല, മീൻസ് എവിടെ നിന്ന് ഇങ്ങോട്ട് 1ലേക്ക് വരൂല അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും 1-1 ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ ഇവിടെ ഇപ്പോൾ 8 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നൊന്നും 8ലേക്ക് നമ്മൾ മാപ്പ് ചെയ്യൂല. ഓക്കെ, അതേ സമയത്ത് ഈ 2, 3, 4, 5, 6 ഒന്നും ആരുടെയും ഇമേജ് ആയി മാറില്ല, കാരണം അതൊന്നും ഒന്നിന്റെ ക്യൂബ് അല്ല. സോ ഇത് on-2 അല്ല, പക്ഷേ 1-1 ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, 1-1 ബട്ട് നോട്ട് on-2 ആണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. നമ്പർ ഓഫ് on-2 ഫംഗ്ഷൻ ദാറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഫ്രം 1, 2, 3 to 4, 5, 6. നമുക്ക് നമ്പർ ഓഫ് on-2 ഫംഗ്ഷൻസ് ഒരിക്കലും നിങ്ങളോട് ചോദിക്കൂല. അപ്പൊ ഇവിടെ ചോദിച്ചതെന്ന് ചോദിക്കും, ഇതേപോലത്തെ ക്വസ്റ്റൻ ചോദിക്കും. അതായത് നമുക്ക് എണ്ണാൻ പറ്റുന്ന രീതിയിലാണ് ചോദിക്കും. കാരണം നമ്പർ ഓഫ് on-2 ഫംഗ്ഷന്റെ ഫോർമുലയും കൺസെപ്റ്റും ഒക്കെ മീൻസ് എണ്ണീട്ടല്ലാതെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇതിപ്പോ നമ്പർ ആണല്ലോ ചോദിച്ചത്, നമ്പർ നമുക്ക് എണ്ണിയാ കിട്ടുമല്ലോ. എണ്ണീട്ടല്ലാതെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ലെങ്ത് ആയിപ്പോ, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിപ്പോ. ഇവിടെ ഇതിപ്പോ എണ്ണിയാ കിട്ടും. ഇത് ഭയങ്കര ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, 1, 2, 3 4, 5, 6ലേക്കാണ്. 1, 2, 3 4, 5, 6, 7ലേക്കാണ്. ഫംഗ്ഷൻ എന്തായിരിക്കണം? on-2 ആയിരിക്കണം. on-2 ഫംഗ്ഷൻ എന്താ? ഇവിടെയുള്ള എല്ലാവരും എന്ത് ചെയ്യണം? മാപ്പ് ചെയ്യപ്പെടണം. ഇവിടെയുള്ള എല്ലാവരും ഇവിടെയുള്ള ആരുടെയെങ്കിലൊക്കെ ഇമേജ് ആയിരിക്കണം. അപ്പൊ ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്തെന്ന് വിചാരിച്ചു, ഇതിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്ത്, ഇതിനെ ഇങ്ങോട്ട് മാപ്പ് ചെയ്ത്, അപ്പൊ ഇതിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇതിലേക്ക് എങ്ങനെ മാപ്പ് ചെയ്യും? സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാപ്പ് ചെയ്താൽ എന്തല്ലാണ്ടായി പോകും? ഫംഗ്ഷനെ അല്ലാണ്ടായി പോകും. അപ്പൊ എന്തായാലും on-2 ഫംഗ്ഷൻ പോസിബിൾ ആവണമെങ്കിൽ ഇവിടെ കൂടുതൽ ആൾക്കാർ വരണം. അതായത് n(a) ഷുഡ് ബി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു n(b). ഇങ്ങനെ ആണെങ്കിൽ മാത്രമേ on-2 ഫംഗ്ഷൻ പോസിബിൾ ഉള്ളൂ. അല്ലെങ്കിൽ നമ്പർ ഓഫ് on-2 ഫംഗ്ഷൻ 0 ആയി പോകും. ഓക്കെ, ഇവിടെ ഇപ്പോൾ എയില് കുറവ് ആൾക്കാരും ബിയിൽ കൂടുതൽ ആൾക്കാരും, ഇതിന്റെ ഉൾട്ട വരണം, അപ്പോഴാണ് on-2 ഫംഗ്ഷൻ പോസിബിൾ ആവുക. അല്ലെങ്കിൽ രണ്ട് ഈക്വൽ വരണം. അപ്പോൾ 1-1 ഫംഗ്ഷൻ പോസിബിൾ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം. n(a) ലെസ് ദാൻ അതായത് n(a) ലെസ് ദാൻ n(b) ആകുമ്പോഴാണ് 1-1 ഫംഗ്ഷൻ പോസിബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ബൈജക്റ്റീവ് ആവണമെങ്കിൽ 1-1 on-2 ആവണമെങ്കിൽ നിർബന്ധമായിട്ട് രണ്ടിലും എന്തായിരിക്കണം? ഈക്വൽ ആയിട്ട് പോകേണ്ടി വരും. 1-1 on-2 കൂടി ഫംഗ്ഷൻ ആവണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഇതിൻ്റെ 0 ആണ് വരിക, കാരണം ഇവിടെ നമുക്ക് ഡയറക്ട്ലി ഇങ്ങനെ ആൻസർ കിട്ടി. ഓക്കെ, ദെൻ നമ്പർ ഓഫ് 1-1 ഫംഗ്ഷനൊക്കെ വേറെ ഫോർമുലാസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ കുറെ എന്താ പറയുക ഫോർമുലാസ് എല്ലാം ഉള്ള PDF ഒക്കെ ഒരുപാട് തവണ യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക, അതിനകത്ത് കുറെ ഫോർമുലാസ് ഉണ്ട്. ഓക്കെ, next let R be a relation on the set of natural number given by R is equal to set of all ordered by AB such that A is equal to B minus 2. Okay, അപ്പോൾ A B യിലെ A എന്ന് പറയുന്നത് B minus 2. സെക്കൻഡ് എലമെന്റിന് 2 സബ്ട്രാക്ട് ചെയ്താൽ ഫസ്റ്റ് എലമെന്റ് കിട്ടണം.
ഓക്കെ, ബി ആണ് ഗ്രേറ്റർ ദാൻ 6 ആയിരിക്കണം. സോ ഇത് ഓക്കെ ആണോ? സെക്കൻഡ് എലമെന്റ് നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ ഫസ്റ്റ് എലമെന്റ് കിട്ടുന്നുണ്ട്. 4 2 പോയാൽ 2 കിട്ടുന്നുണ്ട്. ബട്ട് ബി സെക്കൻഡ് എലമെന്റ് ഗ്രേറ്റർ ദാൻ 6 ആവണം. അപ്പൊ ഇതാവില്ല, ഇത് 4 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇത് വരില്ല അല്ലേ? ഇത് 8 3 സബ്ട്രാക്ട് ചെയ്താൽ 5 വരുള്ളൂ. ഇത് ഓക്കെയാണ്. 8 6 സബ്ട്രാക്ട് ചെയ്താൽ 2 കിട്ടുന്നുണ്ട്. ഇതെന്താണ്? ഗ്രേറ്റർ ദാൻ 6 ആണ് തന്നെ. സോ ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത്. നോക്കിക്കേ, A is equal to 1 2 3 4 the number of relation on A which is reflexive and symmetric. ഇത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഇതിന് ഡയറക്റ്റ് ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും ഇല്ല. നിങ്ങൾ ഇതാണ് അതിന്റെ ഫോർമുല. റിഫ്ലെക്സീവും സിമെട്രിക്കും ആയിട്ടുള്ള ഇതേപോലത്തെ കുറെ ഷോർട്ട് കട്ടുകൾ, ഡയറക്റ്റ് ആൻസർ ഇത് എണ്ണി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേപോലത്തെ കുറെ സാധനങ്ങൾ എന്താ പറയുക, ഇതേപോലത്തെ ചെറിയ ചെറിയ ഫോർമുലാസ് ഒക്കെ 2 raised to n square minus n. ഓക്കെ, അപ്പോ n² - n divided by 2 ട്ടോ. ഓക്കെ, സോ ഇതേപോലത്തെ കുറേ സാധനങ്ങളുള്ള PDF ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാമിലൂടെ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കുക, നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ ടു n എന്ന് പറയുന്നത് ഇതിന്റെ നമ്പർ ഓഫ് എലിമെന്റ്സ് ആണ്. നമ്പർ ഓഫ് എലിമെന്റ്സ് 4 ആണ്. സോ 2 raised to 4 square minus 4 divided by 2. സോ 2 raised to 16 minus 4 എന്ന് പറയുമ്പോൾ 16 minus 4 12 by 2 2 raised to 6 equal to 64 ആണ് ഇതിന്റെ ആൻസർ. 2 raised to ഓക്കെ, നേരെ 1 2 3 4 4 എലിമെന്റ്സ് ഉള്ളത്, 4 എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കുക. ഓക്കെ, ദിസ് ഇസ് ഇറ്റ്. അപ്പോൾ ഇതുപോലത്തെ കുറേ സാധനങ്ങൾ വേറെ ഉണ്ട്, നോക്കി വെക്കണം. നെക്സ്റ്റ്, ഫംഗ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ഡിഫൈൻഡ് ബൈ f(x) = 3x. ദെൻ 1 1 ആണോ on 2 ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഗ്രാഫ് വരയ്ക്കില്ല, പകരം ആരോ ഡയഗ്രാം വരയ്ക്കും. 1 2 3 4 5. ഓക്കെ, ഇവിടെ 1 2 3 4 5 6 മാപ്പ് ചെയ്യുക. f(x) 3x ആണ്. അപ്പോൾ 1ന്റെ ഇമേജ് 3 വരും, 2ന്റെ ഇമേജ് 6 വരും, 3ന്റെ ഇമേജ് ഇവിടെ 9 വരും. ഇങ്ങനെ പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഫംഗ്ഷൻ 1 1 ആണ് അല്ലേ? രണ്ട് ഡിഫറെന്റ് എലമെന്റ് ഇമേജ് എന്തായാലും സെയിം വരില്ല. അതേ സമയത്ത് on 2 ആണോ? on 2 അല്ല. കാരണം ഇതൊന്നും എന്താകുന്നില്ല, ആരുടെയും ഇമേജ് ആകാൻ വേണ്ടി പോകുന്നില്ല. ഈ എലമെന്റും 3ന്റെ മൾട്ടിപ്പിൾസ് മാത്രമേ ഇവിടെ എന്താവുള്ളൂ, ഇമേജ് ആവുള്ളൂ. സോ ഇത് 1 1 ആണ്, പക്ഷെ on 2 അല്ല. 1 1 ബട്ട് നോട്ട് on 2. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റൻ ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 എത്ര എന്നുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കണം? ഇങ്ങനത്തെ ക്വസ്റ്റൻ എപ്പോഴും ഉണ്ടാവും. ഇത് 2π/3 തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ 5π/6 ആവാം, കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ സൈൻ 2π/3ന്റെ വാല്യൂ ഇവിടെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കും. സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3. ഈ സൈൻ 2π/3ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത് വേണമെങ്കിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയിട്ട് കണ്ടുപിടിക്കുക കേട്ടോ, സൈൻ 2π/3ന്റെ വാല്യൂ. സോ സൈൻ 2π/3നെ നമ്മൾ ഇങ്ങനെ എഴുതും, സൈൻ π - π/3 എഴുതുന്നത് കുറച്ച് +1 ആണ്. ഇത് ഇങ്ങനെ എഴുതുന്നതൊക്കെ +1 പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോർമുലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെയൊക്കെ ഫോർമുലാസ്. സൈൻ π - π/3 എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി സൈൻ π/3. ഓക്കെ, ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിങ്ങനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് എക്സ് എന്ന് എഴുതണമെങ്കിൽ ഈ എക്സ് എന്തായിരിക്കണം? -π/2 to π/2ന്റെ ബിറ്റ്വീനിലായിരിക്കണം. അപ്പം മാത്രമേ നമുക്ക് ഇതിങ്ങനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് ഇതിന്റെ റേഞ്ച്. അപ്പോൾ ഇതിന്റെ റേഞ്ചിലാണെങ്കിൽ മാത്രമേ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ 2π/3 എന്ന് പറയുന്നത് -π/2 to π/2ന്റെ ബിറ്റ്വീനിലല്ല. അതുകൊണ്ടാണ് നമുക്കത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ സൈൻ 2π/3നെ സൈൻ π - π/3 എഴുതുകയാണെങ്കിൽ സൈൻ π - θ = sin θ എന്ന് പറയുന്ന ഫോർമുല ഉണ്ട്. ആ ഫോർമുല വെച്ചിട്ട് ഇത് സൈൻ π/3 എന്നാവും. ഇനി നിങ്ങൾക്ക് സൈൻ വേഴ്സസ് സൈൻ ക്യാൻസൽ ചെയ്യാം. കാരണം ഇപ്പൊ π/3 അവിടെ ഉള്ളത്. π/3 ആ -π/2ന്റെ π/2ന്റെ ബിറ്റ്വീനിലാണ്. സോ ഇതിന്റെ ആൻസർ വരിക π/3 എന്നാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു π - x ആകുന്നത് എപ്പോഴാണെന്നുള്ളത്. നേരത്തെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എക്സ് ആകുന്നത് എപ്പോഴാണെന്നായിരുന്നു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എക്സ് ആകുന്നത് എപ്പോഴാണ്? എക്സ് -π/2ന്റെ π/2ന്റെ ബിറ്റ്വീനിലാവണമെങ്കിൽ. അപ്പോൾ ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് π - x ആവണം. ഓക്കെ, ഫൈൻ. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി നോക്കിയേ, സൈൻ ഇൻവേഴ്സ് ഓഫ് ഈ സൈൻ എക്സിനെ, ഉള്ളിലുള്ള സൈൻ എക്സിനെ നമുക്ക് സൈൻ π - x എഴുതാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ ട്രിഗ്നോമെട്രിയിൽ +1 പഠിച്ചൊരു ഫോർമുലയാണ്, റിഡക്ഷൻ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? π - x പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആയിരിക്കും. അപ്പൊ സൈൻ π - x = sin x തന്നെ വരും. അപ്പൊ ഈ സൈൻ എക്സിന് പകരം തിരിച്ച് സൈൻ π - x എഴുതാം. അപ്പോൾ ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് π - x എന്ന് വരും. ഇനി നിങ്ങൾക്ക് ഈ സൈൻ ഇൻവേഴ്സും സൈനും വെട്ടിക്കളയാൻ വേണ്ടി പറ്റുമോ? നോക്ക്, സൈൻ ഇൻവേഴ്സും സൈനും വെട്ടിക്കളയണമെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നാണ് നമ്മൾ എഴുതണമെങ്കിൽ ഈ എക്സ് ഏതിന്റെ ബിറ്റ്വീനിലാവണം? -π/2ന്റെ π/2ന്റെ ബിറ്റ്വീനിലാവണം. ഇനി അവിടെ എക്സ് അല്ല, വേറെ എന്തെങ്കിലും അന്വേഷിച്ചോ, വേറെ എന്തോ ഒരു ഫംഗ്ഷൻ ആണ്. f(x) പറഞ്ഞാൽ എന്തോ ഒരു ഫംഗ്ഷൻ ആണ്. ഇസ് ഈക്വൽ ടു f(x) തന്നെ വരണമെങ്കിൽ ഈ f(x) ഉള്ളിലുള്ളത് എന്താണോ അത് -π/2ന്റെ π/2ന്റെ ബിറ്റ്വീനിലായിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സൈൻ ഇൻവേഴ്സും സൈനും വെട്ടണമെങ്കിൽ π - x പറഞ്ഞ ആൾ എന്തായിരിക്കണം? -π/2ന്റെ π/2ന്റെ ബിറ്റ്വീനിലാവണം. ഓക്കെ, സോ നമ്മൾ പറയാണ് π - x ഇതിന്റെ ബിറ്റ്വീനിലാവണം എന്നുള്ളത്. ഓക്കെ, π - x should lie between
-π/2 ആൻഡ് π/2. അക്കോർഡിംഗ്ലി നമ്മൾ എന്താക്കേണ്ടി വരും? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. ഇതിൻ്റെ അകത്തുള്ള ഏതാണ് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് ആണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ, ഈ ഇനീക്വാലിറ്റിന്ന്. അപ്പോൾ ഇനീക്വാലിറ്റി എക്സ് കിട്ടാൻ വേണ്ടി ഫുള്ളി നമുക്ക് ഒരു കാര്യം ചെയ്യാം, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ നെഗറ്റീവ് എക്സ് ആണ്, നമുക്ക് വേണ്ടത് എക്സ് ആണ്. സോ ഇവിടെ -1 മൾട്ടിപ്ലൈ ചെയ്താൽ അതിൽ +π/2 ആവും, ഇത് > ആവും. കാരണം ഇനീക്വാലിറ്റി റിവേഴ്സ് ആവും, നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് തിരിഞ്ഞിട്ട് x - π ആവും. ഇപ്പോൾ നെഗറ്റീവ് എക്സ് ഉള്ളത് പോസിറ്റീവ് എക്സ് ആയി മാറിയിട്ടുണ്ട്. +π -π ആയി, കാരണം നെഗറ്റീവ് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ്. ഇവിടെ -π/2 ആവും. ഓക്കെ, ഇനി ഫൈനലി നമുക്ക് ഈ -π കൂടി പോകണം. ഈ -π പോകണമെങ്കിൽ π ഇവിടെയും ഇവിടെ ആഡ് ചെയ്യുക. സോ π ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ π + π/2 എന്നാവും. അപ്പോൾ അത് 3π/2 ആവും. 3π/2 ആയത് ഇവിടെ π ആഡ് ചെയ്തിട്ടാട്ടോ, π + π/2 = 3π/2. ഓക്കെ, ഇതെന്തായി? എക്സ് ആയി. ഈ -π + π ക്യാൻസൽ ആയി പോയി. π ആഡ് ചെയ്തേ, ഇനി അവിടെ π ആഡ് ചെയ്യുമ്പോൾ π - π/2 എന്ന് വന്നിട്ട് അത് π/2 വരും. ഓക്കെ, സോ ഇത് തിരിച്ചെഴുതുകയാണെങ്കിൽ π/2 < x < 3π/2. അതായത് ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, എക്സിന്റെ ഈ എക്സിന്റെ വാല്യൂ π/2ന്റെയും 3π/2ന്റെയും ബിറ്റ്വീനിലാകുമ്പോൾ π - എക്സിന്റെ വാല്യൂ -π/2ന്റെയും π/2ന്റെയും ബിറ്റ്വീനിലായിക്കോളും. അപ്പോൾ സൈൻ വേഴ്സും സൈനും ക്യാൻസൽ ആവും. ഇതൊരു എൻട്രൻസ് ലെവലുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, which of the following is the value of sin inverse of 5/4? Sin inverse of 5/4 ഇതിന്റെ അകത്ത് ഏതാന്നുള്ളത്. ആക്ച്വലി sin inverse of 5/4 എക്സിസ്റ്റ് ചെയ്യില്ല, കാരണം sin inverse എക്സിസ്റ്റ് ചെയ്യുന്നത് -1 to 1 ഇടയിലാണ്. sin inverse എക്സ് എന്ന് പറയുമ്പോൾ എക്സ് -1നെയും 1നെയും ബിറ്റ്വീനിലായിരിക്കണം, എന്നാലേ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് അതിന്റെ ഡൊമൈൻ. ഇത് അതിന്റെ ഡൊമൈനിൽ ഇല്ലാത്തൊരു വാല്യൂ ആണ് 5/4 എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നോട്ട് എക്സിസ്റ്റ്, അതാണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A is a singular matrix, then determinant of A is equal to. Singular matrix ന്റെ determinant എന്ന് പറഞ്ഞാൽ 0. അതാണ് അതിന്റെ ഡെഫിനിഷൻ തന്നെ. സിംഗുലാർ മെട്രിക്സ് പറഞ്ഞാൽ തന്നെ എന്താണ്? determinant 0 ഉള്ള മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A is a symmetric matrix, the value of A is equal to. ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ A ന്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ നോക്കിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഡയഗണൽ വരച്ച് വെക്കുക, എന്നിട്ട് ഇവർ ഈക്വൽ ആവണം. ഈ രണ്ട് വാല്യൂസ് ഈക്വൽ ആവണം, ഈ വാല്യൂസ് ഈക്വൽ ആവണം, ഇവർ സെയിം ആവണം. ഓക്കെ, ആൻഡ് ഇത് രണ്ടും സെയിം ആവണം. ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ സിമെട്രിക് മെട്രിക്സ്, ദ വാല്യൂ ഓഫ് A is equal to. സോ A is equal to 1 ആണ് വരേണ്ടത്. ഓക്കെ, അല്ല, ഞാൻ വരച്ചതിന്റെ മിസ്റ്റേക്ക് കേട്ടോ, ഞാൻ തിരിഞ്ഞെന്ന് വരച്ചതിന്റെ പ്രശ്നമാണ്. ഓക്കെ, ഡയഗണൽ വരച്ചതിന്റെ പ്രശ്നമാണ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചപ്പോൾ ഡയഗണൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഡയഗണൽ, പക്ഷേ ഞാൻ ഇവിടെ നോക്കുമ്പോഴല്ലേ ഡയഗണൽ സെയിം ആവുക. ഓക്കെ, അപ്പോൾ ഞാൻ ഡയഗണൽ വരച്ചതിന്റെ പ്രശ്നമാണ് മക്കളെ, ഇതാണ് ഡയഗണൽ. ഓക്കെ, ഇനി ഞാൻ പറയാം, ബോർഡിന്റെ അപ്പുറത്ത് നോക്കിയപ്പോൾ വന്നൊരു വിഷയമാണ്. ഓക്കെ, അപ്പോൾ ഇവർ ഈക്വൽ ആവണം, ഇവർ രണ്ടുപേരും ഈക്വൽ ആവണം, ഇവർ രണ്ടുപേരും ഈക്വൽ ആവണം, ഇവർ രണ്ടുപേരും ഈക്വൽ ആവണം. അപ്പോഴാണ് രണ്ട് മെട്രിക്സ് സിമെട്രിക് ആവുക. അപ്പോൾ ഇവിടെ രണ്ടും 1 1 ആണ്, ഇവിടെ -3 ആണ്. ഓക്കെ, ഇവിടെ എയും ഇവിടെ 6 ആണ്. അപ്പോൾ A is equal to എന്ത് വരണം? 6 വരണം കേട്ടോ. A is equal to 6 വരണം. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ ഈക്വൽ ആവണം എന്ന് പറഞ്ഞുകൊടുത്ത് ഓപ്പോസിറ്റ് ആവേണ്ടി വരും. ഇവിടെ 1 ആണ്, ഇവിടെ -1, ഇവിടെ -3 ആണെങ്കിൽ അവിടെ +3, ഇവിടെ A ആണെങ്കിൽ അവിടെ -6 വരണം. അപ്പോൾ എന്റെ വാല്യൂ -6 വേണ്ടി വരും. മാത്രമല്ല ഡയഗണൽ കംപ്ലീറ്റ്ലി 0 0 0 ആയിരിക്കും സ്ക്യൂ സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സ് ആണെങ്കിൽ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the matrix, find determinant of adjoint of A. ഈ മെട്രിക്സിന്റെ അഡ്ജോയിന്റിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ അഡ്ജോയിന്റ് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. അതിനൊരു ഫോർമുല ഉണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് A is equal to ഡിറ്റർമിനന്റ് ഓഫ് A raised to n - 1. സോ ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓർഡർ ആട്ടോ, ഇതിന്റെ ഓർഡർ 3 ആയതുകൊണ്ട് തന്നെ ഡിറ്റർമിനന്റ് ഓഫ് A raised to 2. സോ എന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ വാല്യൂന് എന്താക്കിയാൽ മതി? നിങ്ങൾ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 - 1 ആണ് 2 ആയി മാറിയത്, ഓർഡർ 3 ആണ്. സോ ഇത് ഞാൻ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, അതിനെ സ്ക്വയർ ചെയ്യുക. ഓക്കെ, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ അറിയാലോ, നിങ്ങൾ ഈ വഴി പോയാൽ കേട്ടോ, ഇവിടെ ഒരു 0 ഉള്ളതുകൊണ്ട് തന്നെ ഈ വഴിക്ക് പോകുമ്പോൾ കുറച്ച് എളുപ്പത്തിൽ ഡിറ്റർമിനന്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ്. ഇതൊന്നും ഡിറ്റർമിനന്റ് ക്വസ്റ്റൻ ഒന്നും ഡിറ്റർമിനന്റ് ചെയ്യുന്നില്ല, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ആ ഐഡിയ ഒക്കെ കിട്ടിയാൽ മതിയല്ലോ. കൺസിഡർ ദ മെട്രിക്സ്, ഒരു മെട്രിക്സ് ഉണ്ട്, റൈറ്റ് ദ വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് 2A. ഡിറ്റർമിനന്റ് ഓഫ് 2A പറഞ്ഞാൽ അതിന് ഫുള്ള് 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇത് സെയിം ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നു. ഇവിടെയുള്ള അതേ ഇവിടെയുള്ള അതേ മെട്രിക്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. സോ ഡിറ്റർമിനന്റ് ഓഫ് KAക്ക് നിങ്ങൾ ഇതിനെ ഫുള്ള് 2 മൾട്ടിപ്ലൈ ചെയ്ത ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണ്ട, പകരം കാരണം അത് വാല്യൂസ് ഭയങ്കര വലുതാവുകയും ചെയ്യും, പിന്നെ അതിനെ ഫുള്ള് 2 മൾട്ടിപ്ലൈ ചെയ്യണം, ആ പരിപാടിയൊക്കെ ഉണ്ട്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിറ്റർമിനന്റ് ഓഫ് KA is equal to K raised to n into ഡിറ്റർമിനന്റ് ഓഫ് A എന്നുള്ള ഈ ഫോർമുല നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ K എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് 2A എന്ന് പറയുന്നത് 2 raised to n into ഡിറ്റർമിനന്റ് ഓഫ് A ആയിരിക്കും. 2 raised to n എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ 3/3 മെട്രിക്സ് ആയതുകൊണ്ട് 2 raised to 3 വരും. 2 raised to 3 into ഡിറ്റർമിനന്റ് ഓഫ് A. 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 into ഡിറ്റർമിനന്റ് ഓഫ് A ആണ് ഇതിന്റെ ആൻസർ വരിക. ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല. എന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നിങ്ങൾ. അത് നിങ്ങൾ എന്തായാലും ഈ ക്വസ്റ്റൻ ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അത് തന്നെ ഇവിടെ കൊടുത്താൽ മതി. ഡിറ്റർമിനന്റ് A കൊണ്ട് 8 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ. ഐഡന്റിഫൈ ദ ഫോളോയിങ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം മോഡെക്സ് ആണെന്നുള്ളത്. ബി ഷേപ്പ് ഗ്രാഫ് എപ്പോഴും മോഡെക്സിന്റെ വരും. അപ്പോൾ മോഡെക്സിന്റെ ഗ്രാഫ് ഒരു യൂണിറ്റ് മുകളിലേക്കായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ഒറിജിൻ. ഒരു യൂണിറ്റ് മുകളിലേക്ക് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് മോഡെക്സ് +1 ന്റെ ഗ്രാഫാണ്. മോഡെക്സ് +1 ന്റെ.
സോ ഒരു യൂണിറ്റ് മേലേക്ക് വന്നുകൊണ്ട് മോഡ് എക്സ് ഇതിപ്പോ താഴത്തായിരുന്നെങ്കിൽ മോഡ് എക്സ് മൈനസ് 1 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ റൈറ്റ്. സോ ഇത് മോഡ് എക്സ് പ്ലസ് 1ന്റെ ഗ്രാഫ് ആകുന്നു. അടുത്ത ക്വസ്റ്റൻ നോക്കാൻ നമുക്ക് ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആണ്. കാരണം ഗ്രാഫ് നമുക്ക് കൈയെടുക്കാതെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, പെണ്ണെടുക്കാതെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക കേട്ടോ. ഗ്രാഫ് കൈയെടുക്കാതെ വരയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ? എക്സാമിൻ ദ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളത്. ഈ ഫംഗ്ഷൻ ഈ ഒരു പോയിന്റിൽ എന്തല്ല ഡിഫറൻഷ്യബിൾ അല്ല. കാരണം ഇവിടെ ഒരു ഷാർപ്പ് ആയിട്ടുള്ള പോയിന്റ് വന്ന്, അതായത് നമുക്ക് ടാൻജന്റ് വരയ്ക്കാൻ പറ്റാത്ത രീതിയിലൊരു പോയിന്റ് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും എന്താക്കാൻ വേണ്ടി പറ്റില്ല, ടാൻജന്റ് വരയ്ക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുമല്ലോ. ഇങ്ങനത്തെ പോയിന്റിലാണ് ഡിഫറൻഷ്യബിൾ അല്ലാത്തത്. കണ്ടിന്യൂസ് ആണെങ്കിൽ പോലും ഡിഫറൻഷ്യബിൾ അല്ലാത്തത്. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഡിഫറൻഷ്യബിലിറ്റിനെ പറ്റി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ദിസ് പോയിന്റ്. ഈ പോയിന്റ് തന്നെ ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്? 0 അല്ലെ? എക്സ് ഇവിടെ 0 ആണ്, എക്സ് ആക്സിസിൽ 0 ആണത്. അപ്പൊ നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. റീസൺ എന്താ ഇതാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് വി കാണ്ട് ഡ്രോ എ യുണീക്ക് ഗ്രാഫ്, യുണീക്ക് ടാൻജന്റ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് ചെയ്താൽ, അല്ലെങ്കിൽ അവിടെ ഷാർപ്പ് ആണെന്ന് ചെയ്താൽ എന്തായാലും പ്രശ്നമില്ല. ഓക്കെ, സോ ഇവിടെ റീസൺ ചോദിച്ചിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഗ്രാഫ്. ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ തവള ചാടുന്ന പോലെ ഇങ്ങനെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാം നമുക്ക് ഇവിടെ. അപ്പോൾ ഇത് ഏതിന്റെ ഗ്രാഫാന്ന് വെച്ചാൽ ഓപ്ഷൻസ് കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാവും നിങ്ങൾ ഏത് വഴിക്കാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളത്. ഓപ്ഷൻസിലൊക്കെ സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളത്. ഓക്കെ, സോ സൈൻ എക്സിന്റെ ഗ്രാഫ് ശരിക്കും ഇങ്ങനെയാണ് അല്ലേ? ഓപ്ഷൻസ് നോക്കിക്കോ. സൈൻ എക്സും കോസ് എക്സിന്റെ മേലൊക്കെ പലയിടത്തായിട്ട് മോഡുകൾ വന്നിട്ടുണ്ട്. അപ്പൊ സൈൻ എക്സിന്റെ ഗ്രാഫ് ശരിക്കും ഇങ്ങനെയാണ് അല്ലേ? ഇത് 0, ഇത് π/2, ഇത് π, ഓക്കെ, ഇത് 3π/2, ഇത് 2π. ഇങ്ങനെയാണ് ഗ്രാഫ് കിടക്കുന്നത്. അപ്പോ മോഡ് വരുമ്പോ, അതായത് ആ ഫംഗ്ഷൻ ഒട്ടാകെ മോഡ് വരുമ്പോ, സൈൻ എക്സിന് ഒട്ടാകെ മോഡ് വരുമ്പോൾ സംഭവിക്കുന്ന മാറ്റാണ് ഈ ഗ്രാഫിലേക്ക് വന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നെഗറ്റീവ് സൈഡിലേക്ക് പോയ കംപ്ലീറ്റ് സാധനങ്ങൾ റിഫ്ലക്ട് ചെയ്ത് മേലേക്ക് ഇടും. ഇതാണ് മോഡുലസിന്റെ പരിപാടി. അപ്പോൾ ഇവിടേക്ക് നെഗറ്റീവ് സൈഡിലേക്ക് പോയ ഇയാളെ ഗ്രാഫ് റിഫ്ലക്ട് ചെയ്തിട്ട് എന്താക്കും? മുകളിലേക്ക് തന്നെ ഇടും. അപ്പോൾ ഇത് ഇങ്ങനെയാവും. അതേപോലെ തന്നെ ഈ ഭാഗം എന്താവും? ഗ്രാഫ് റിഫ്ലക്ട് ചെയ്ത് മുകളിലേക്ക് ഇടും. അപ്പോൾ ഇതും ഇങ്ങനെയാവും. അപ്പോൾ ഇങ്ങനൊരു ഗ്രാഫാണ് വരിക. ഓക്കെ, അപ്പോൾ ഗ്രാഫ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇതാണ് ഗ്രാഫ്. ഓപ്ഷൻ ബി ആണ് ഗ്രാഫ്. മോഡ് സൈൻ എക്സ് ആണത്. സെയിം ടൈമിൽ കണ്ടിന്യൂസ് ആണ്. കാരണം ഈ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി നമുക്ക് കൈയെടുക്കാതെ ഈ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി ഡിഫറൻഷ്യബിൾ ആണോ വെച്ചാൽ ഇവിടെയൊക്കെ ഷാർപ്പ് ആയതുകൊണ്ട് ഈ പോയിന്റ്സിലൊന്നും ഫംഗ്ഷൻ എന്തല്ല? ഡിഫറൻഷ്യബിൾ അല്ല. സോ ദിസ് ഇസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ്. കുറേ പോയിന്റ്സിൽ ഡിഫറൻഷ്യബിൾ അല്ല. ഇവിടുന്ന് അങ്ങോട്ട് ഇനി കുറേ പോയിന്റ്സിൽ എന്തല്ലത്? ഡിഫറൻഷ്യബിൾ അല്ല. ഈ പൈന്റെ π, 2π, 3π അല്ലെങ്കിൽ നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് ഇൻഡിജർ മൾട്ടിപ്പിൾ ഓഫ് π. n പൈലൊന്നും ഡിഫറൻഷ്യബിൾ അല്ല. നോട്ട് ഡിഫറൻഷ്യബിൾ. 1π ഡിഫറൻഷ്യബിൾ അല്ല, 2π ഡിഫറൻഷ്യബിൾ അല്ല, 3π ഡിഫറൻഷ്യബിൾ അല്ല, 0π ഡിഫറൻഷ്യബിൾ അല്ല, -π ഡിഫറൻഷ്യബിൾ അല്ല. ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ. ഇനി 2 മാർക്കിന്റെ വീഡിയോ വേണമെങ്കിൽ, ഇപ്പോൾ 1 മാർക്കിന്റെ വീഡിയോ കുറച്ച് സ്പീഡായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലോ ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴത്ത് കമന്റ് ചെയ്താൽ മതി. ഈ 2 മാർക്കിന്റെയോ 3 മാർക്കിന്റെ ഒക്കെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. 2 മാർക്ക് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.